ഇടുക്കി ശാന്തൻപാറയിൽ റേഷൻ കട തകർത്ത് ഒറ്റയാൻ. ചക്കക്കൊമ്പനാണ് ആനയിറങ്കലിലെ റേഷൻ കട തകർത്തത് അരി ഭക്ഷിച്ചത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, വീണ്ടും ഒരു പ്രതിസന്ധി തീർക്കുകയാണോ ചക്കക്കൊമ്പൻ? കാളിദാസ്, തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെയാണ് ഈ 4 മണിയോടെ ഈ റേഷൻ കടയ്ക്ക് നേരെ ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത്. മുൻപ് സ്ഥിരമായി അരിക്കൊമ്പനായിരുന്നു ഈ മേഖലയിൽ ഇത്തരത്തിൽ റേഷൻ കടകൾ തകർത്ത് അരി ഭക്ഷിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ അതേ പാത ഈ ചക്കക്കൊമ്പൻ പിന്തുടർന്നു എന്ന് വേണം തന്നെ പറയാൻ. വീടുകൾക്ക് നേരെ ആക്രമിക്കുന്നു, വീടുകളുടെ അടുക്കള ആക്രമിച്ച് അരി ഭക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം പ്രകടിപ്പിക്കുന്നു. ഇതിന്ന് പുലർച്ചെ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ കൗതുകമായ ഒരു കാഴ്ച, ഈ ചക്കക്കൊമ്പൻ അവിടെ നിന്ന് അരി ഭക്ഷിക്കുമ്പോൾ ഒരു പൂച്ചക്കുട്ടി ഈ അരിക്കൊമ്പൻ പൊളിച്ച ഭാഗത്ത് നിന്ന് ചക്കക്കൊമ്പൻ പൊളിച്ച ഭാഗത്ത് നിന്ന് ഈ ചക്കക്കൊമ്പനെ വീക്ഷിക്കുന്ന ഒരു കാഴ്ച ഏറെ വലിയൊരു കൗതുകം തന്നെയാണ്. പല ആളുകളും ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്തിരിക്കുന്നു. ഏതായാലും ഇന്ന് ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം ഈ റേഷൻ കട അരികളെല്ലാം തന്നെ അരിച്ചാക്കുകളെല്ലാം തന്നെ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ ചക്കക്കൊമ്പനെ തുരത്താനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് ശാശ്വതമായി നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. കാരണം ചക്കക്കൊമ്പനെ ഉൾവനത്തിലേക്ക് തുരത്തിയാൽ തന്നെ വീണ്ടും അരിക്കൊമ്പൻ അതേ പാത പിന്തുടർന്ന് വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, അതോടൊപ്പം തന്നെ റേഷൻ കടകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇതെല്ലാം തന്നെ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണെന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് വനംവകുപ്പ് ഇതിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടായെങ്കിൽ വീണ്ടും വലിയൊരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ഇവിടെയുള്ള മേഖലയിലെ ആളുകൾ. കാരണം പകലെല്ലാം തന്നെ ചക്കക്കൊമ്പൻ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം പുറപ്പെടുവിക്കുന്നു. ഇതെല്ലാം തന്നെ ആളുകൾ വലിയ രീതിയിലുള്ള ഭീതി പടർത്തിയിരിക്കുകയാണ്. കാരണം പല ആളുകളും വിദൂര മേഖലയിൽ ജോലിക്ക് പോയി ഈ വഴിയിൽ ഈ സിംഗകണ്ഠം അതോടൊപ്പം തന്നെ ചിന്നക്കനാൽ വഴികളിലൂടെ വരുമ്പോൾ തന്നെ ഈ ചക്കക്കൊമ്പന്റെ ഒരു സാന്നിധ്യം വലിയൊരു ആശങ്കയാണ് ഈ ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. പല ആളുകളും വൈകുന്നേരം ഒരു 7 മണിക്ക് മുകളിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും വനവകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി ഈ ചക്കക്കൊമ്പനെ തുരത്താനുള്ള ഒരു നടപടി സ്വീകരിച്ചു വരികയാണ്. ഏതായാലും ചക്കക്കൊമ്പൻ ഇപ്പോൾ ഇവിടുന്ന് പിൻവാങ്ങി ഉൾവനത്തിലാണ്. ആനയിറങ്ങൽ സമയം തന്നെ ഒരു ഉൾവനത്തിലുണ്ടെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത് ജനവാസ മേഖലയ്ക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. കാളിദാസ്, തീർച്ചയായും ശാന്തൻപാറയിൽ വീണ്ടും ഒരു വെല്ലുവിളി തീർത്തുകൊണ്ട് ചക്കക്കൊമ്പൻ ഇറങ്ങിയിരിക്കുകയാണ്. ശാന്തൻപാറയിലെ റേഷൻ കട തകർത്ത് അരി ഭക്ഷിച്ചു. വിശദാംശങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.